തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേഡൽ ജെൻസൺ രാജയുടെ ശിക്ഷാവിധിമേലുള്ള വാദം പൂർത്തിയായി. വിധി ഉച്ചയ്ക്ക് 1:15 വരും. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, സ്വന്തം അച്ഛനെയും അമ്മയെയും അടക്കം സഹോദരിയെയും ബന്ധുവിനെയും അടക്കം കൊലപ്പെടുത്തിയ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ കേഡൽ ജെൻസൺ രാജയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളൊരാവശ്യമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ശിക്ഷാവിധിന്മേലുള്ള വാദമുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, എന്തൊക്കെ പ്രതീക്ഷിക്കണം, എത്ര സമയത്തിനകം വിധി വരും? ഷിജോ. ജിൽസി, അല്പസമയത്തിനകം ഇനിയിപ്പോൾ ഏത് സമയത്തും ഈ നന്ദൻകോട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി കേഡൽ ജെൻസൺ രാജയ്ക്കുള്ള ശിക്ഷ എന്താണെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. തിരുവനന്തപുരം വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതി 6 ജഡ്ജി കെ വിഷ്ണുവാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പറയുക. നേരത്തെ 11 മണിയോടുകൂടിയാണ് ശിക്ഷാവിധിയിന്മേലുള്ള വാദം കോടതിയിൽ തുടങ്ങിയത്. ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. 11 മണിയോടുകൂടി തുടങ്ങി 12 മണിയോടുകൂടി ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയാവുകയാണ് ചെയ്തത്. ഇതിനകത്ത് പ്രധാനമായും പ്രതിഭാഗം പറഞ്ഞത് പ്രതിയുടെ പ്രായം പരിഗണിക്കണം, പ്രതിക്ക് ഒരു മാനസാന്തരപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിയെ പരമാവധി ശിക്ഷയിൽ നിന്ന്, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും കോടതിയിൽ വാദിച്ചത്. അതേസമയം പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത് ഒരു തരത്തിലും പ്രതിക്ക് പരമാവധി ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ കഴിയില്ല. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കണ്ണു കാണാൻ കഴിയാത്ത വൃദ്ധയായിട്ടുള്ള ബന്ധുവിനെയും കൊലപ്പെടുത്തിയ പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിരന്തരം ആവശ്യപ്പെട്ടത്. എല്ലാ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അടക്കം കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതിയിൽ അവതരിപ്പിച്ചതിനു ശേഷമാണ് ഇന്നലെ ജഡ്ജി കെ വിഷ്ണു ഈ കേസിലെ ഏക പ്രതി കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചത്. ഇന്നിപ്പോൾ 1 മണിക്കൂർ നീണ്ടുനിന്ന ശിക്ഷാവിധിയിന്മേലുള്ള വാദപ്രതിവാദത്തിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എന്ത് ശിക്ഷയാണ് ജഡ്ജി കെ വിഷ്ണു വിധിക്കുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഒന്നുകിൽ ഇരട്ട ജീവപര്യന്തമാണോ, അതല്ല എങ്കിൽ വധശിക്ഷയാണോ, അത് മാത്രമല്ലെങ്കിൽ വെറും ഒരു തവണ ജീവപര്യന്തം, ഇങ്ങനെ പലതരത്തിലുണ്ട്. ജീവപര്യന്തമാകാം, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമാകാം, അതുമല്ലെങ്കിൽ വധശിക്ഷയാകാം. അങ്ങനെ ഇത്രയും വലിയ കൂട്ടക്കൊല നടത്തിയ കേഡൽ ജെൻസൺ രാജയ്ക്ക് എന്ത് ശിക്ഷയാണ് വഞ്ചൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു വിധിക്കുക എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി കേരള സമൂഹം ഉറ്റുനോക്കുന്നത്. പരമാവധി വധശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ കേഡൽ ജെൻസൺ രാജയ്ക്ക് നൽകണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദമൊക്കെ നടന്നിരുന്നു ശിക്ഷാവിധിയിന്മേൽ. അതിൽ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പോൾ പ്രതിഭാഗം എന്താണ് കേഡലിനായി വാദിച്ചത്? ജിൽസി, അക്കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത്. ഇതിനകത്ത് പ്രതിഭാഗം പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രതിയുടെ പ്രായം പരിഗണിക്കണം. ഇപ്പോൾ 34 വയസ്സാണ്. കഴിഞ്ഞ 7 വർഷത്തിലേറെയായിട്ട് കേഡൽ ജെൻസൺ രാജ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലാണ്. അതായത് 2017 ഈ കൂട്ടക്കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കകം തന്നെ കേഡലിനെ പോലീസ് പിടികൂടുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ തുടർന്നു വരികയുമാണ് കേഡൽ ജെൻസൺ രാജ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 8 വർഷത്തിലേക്ക് അടുക്കുന്നു. അപ്പോൾ 8 വർഷമായിട്ട് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ പ്രായം പരിഗണിക്കണം. പ്രതിക്ക് ഇപ്പോൾ 34 വയസ്സാണ് ആകുന്നത്. ഈ 34 വയസ്സുള്ള പ്രതിക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അത് മാത്രവുമല്ല, പ്രതിക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യം കൂടി പ്രതിഭാഗം ചോദിക്കുന്നുണ്ട്. അതായത് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയിയുടെ റിപ്പോർട്ട് ഒരു വെള്ളക്കടലാസിൽ എഴുതിയതാണ്. അത് വെറുതെ എഴുതി ചേർത്തതാണ്. പ്രതിക്ക് ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള വാദം തന്നെയാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള പല വാദപ്രതിവാദങ്ങളും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ പ്രതി പുറത്തേക്കിറങ്ങിയാൽ ഈ പ്രതിക്കെതിരെ സാക്ഷി പറഞ്ഞവരുടെ ജീവന് ആര് സംരക്ഷണം നൽകും എന്നുള്ള ചോദ്യം കൂടി പ്രോസിക്യൂഷൻ ചോദിച്ചു. സർക്കാരിനോ കോടതിക്കോ പോലീസിനോ ഈ പ്രതിക്കെതിരെ മൊഴി നൽകിയവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുമോ എന്നുള്ള ചോദ്യം കൂടി പ്രോസിക്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. അതിനപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ പോലും പ്രതിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല. ഈ പ്രതി ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ വെറും ഒരു കെട്ടുകഥ മാത്രമാണ്. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഈ പ്രതി പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. വളരെ ആസൂത്രണമായിട്ട് തന്നെയാണ് ഈ പ്രതി കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിക്ക്
വധശിക്ഷയിൽ കുറഞ്ഞൊന്നും നൽകാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. പ്രോസിക്യൂഷൻ അതുതന്നെയാണ് കോടതിയിൽ വാദിക്കുകയും ചെയ്തത്. സമയം ഇപ്പോൾ 1:30 അടുക്കുകയാണ്. എന്നാലും അല്പസമയത്തിനകം കേഡൽ ജിൻസൺ രാജയ്ക്ക് വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു വധശിക്ഷ വിധിക്കുമോ അതോ ജീവപര്യന്തം ശിക്ഷയാണോ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ വിധിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ പ്രതി മാത്രമാണ് ഇതിലെ കുറ്റക്കാരൻ, വളരെ ആസൂത്രണത്തോടു കൂടി ഇത് ചെയ്തതാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തെയും ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച എല്ലാ തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കോടതി ജഡ്ജി ഇന്നലെ ഇതിൽ കുറ്റക്കാരൻ കേഡൽ ജിൻസൺ രാജയാണ് എന്ന് വിധിച്ചത്. അപ്പോൾ ഈ കുറ്റക്കാരനാണെന്ന് വിധിച്ച ജഡ്ജി എന്ത് വിധി എഴുതും? ആ പേന തുമ്പിൽ എന്ത് വിധിയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ജീവപര്യന്തമാണോ, ഇരട്ട ജീവപര്യന്തമാണോ? അതല്ല എങ്കിൽ ഒരു വധശിക്ഷ, ഇത്രയും വലിയ കൊടും പാതകം ചെയ്ത കേഡൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷയാണോ എന്നുള്ളതൊക്കെ അറിയാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കി. 1:15 തന്നെ വിധി വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ നീണ്ടുപോവുകയാണ്. ഇന്ന് കോടതിയിൽ അല്പം മുമ്പ് ഈ പറയുന്ന പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കോടതിയിൽ നടന്നപ്പോൾ കേഡൽ ജിൻസൺ രാജ ഈ വാദം കേൾക്കാനായിട്ട് കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് അല്പം ഭയത്തോടുകൂടി മാത്രമാണ്, ഭയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കേഡൽ ജിൻസൺ രാജ കോടതി നിന്നപ്പോൾ മനസ്സിലാകുന്നത്. ഭയത്തോടുകൂടി തന്നെയാണ് കേഡൽ ജിൻസൺ രാജ കോടതി മുറിക്കുള്ളിൽ നിന്നത്. രണ്ട് കൈകളും കൂപ്പി, അല്പം മുഖത്ത് ഒരു അല്പം ഭയമൊക്കെ ഉണ്ട് കേഡൽ ജിൻസൺ രാജയുടെ. അപ്പോൾ തനിക്ക് നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അന്വേഷണത്തെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, താനല്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്, തന്റെ ശരീരത്തിലേക്ക് മറ്റൊരു ആത്മാവ് പ്രവേശിച്ചുകൊണ്ട് ആ ആത്മാവിന്റെ പ്രേരണയാലാണ് താൻ ഈ കൊലപാതകമൊക്കെ ചെയ്തത് എന്നുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേഡൽ ജിൻസൺ രാജ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ പോലും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തു കാണേണ്ടത്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, CCTV ഉണ്ട്. മറ്റ് ഈ പറയുന്ന കേഡൽ ജിൻസൺ രാജ ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പല സമയത്തും ഈ പ്രതിഭാഗത്തിന് കേഡൽ ജിൻസൺ രാജയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ കൃത്യമായിട്ട് പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിലായിരുന്നു തുടക്കം മുതൽ ഉറച്ചു നിന്നിരുന്നത്. എന്നാൽ പിന്നീട് പ്രോസിക്യൂഷൻ അത്തരമൊരു പ്രശ്നങ്ങൾ പ്രതിക്കില്ല എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ജിൻസി, അത് ശാസ്ത്രീയമായി തെളിയിച്ചത് കൊണ്ട് തന്നെയാണ് ഈ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം ഇന്നലെ കോടതി വിധി എഴുതിയത്. ഈ കേസിൽ ഒരു മാനസിക പ്രശ്നമുള്ള ആളാണ് എങ്കിൽ ഇതിനകത്ത് മറിച്ചുന്നായനെ, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായനെ. പക്ഷേ ഈ പ്രതിക്ക് യാതൊരു വിധത്തിലുമുള്ള മാനസിക പ്രശ്നമില്ല എന്നുള്ള കാര്യം മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ പോലീസ് തെളിയിച്ചതാണ്. പ്രോസിക്യൂഷൻ അത് കോടതിയിൽ വളരെ കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. നമ്മളിതിൽ എടുത്തു കാണേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രതി ഒരു മാനസിക പ്രശ്നമുള്ള ആളാണ് എങ്കിൽ ഈ പറയുന്നത് പോലെ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടുള്ള മഴു ഓർഡർ ചെയ്യുന്നത്. ഈ മഴു ഓർഡർ ചെയ്ത് വാങ്ങിയതിനു ശേഷം ഈ സൂംബി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ സൂംബി വെബ് സീരീസുകളുണ്ട്. ഇതിനകത്ത് ഈ കൊലപാതകം നടത്തുന്ന രീതിയുണ്ട്. അതിന് കൃത്യമായിട്ട് മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ സൂംബികളുടെ കൊലപാതകം ഈ കഴുത്തിന് പുറകിൽ മഴു ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വെട്ടിന് വീഴ്ത്തി അവിടെ കൊലപ്പെടുന്ന രീതിയാണ് അതിനകത്തുള്ളത്. അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ ഈ കേഡൽ ജിൻസൺ രാജ യൂട്യൂബ് നോക്കി പഠിക്കുകയും അത് പ്രകാരം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഈ പറയുന്ന 70 വയസ്സുള്ള പ്രായമായിട്ടുള്ള കണ്ണ് കാണാൻ കഴിയാത്ത വൃദ്ധയായിട്ടുള്ള ബന്ധു ലളിതയെ കൂടി കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു മാനസിക പ്രശ്നത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല. മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും തനിക്ക് നേരിട്ട അവഗണന, അത് മാതാപിതാക്കളോടുള്ള വൈരാഗ്യത്തിന് കാരണമായി. ഇന്നലെ പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുടുംബത്തിന് ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നില്ല കേഡൽ ജിൻസൺ രാജയുമായിട്ട്. ആ ഫാമിലി ബോണ്ടിങ് ഉണ്ടാവാതെ വന്നതോടുകൂടി മാതാപിതാക്കളോട് വലിയ തരത്തിലുള്ള വൈരാഗ്യമാണ് കേഡലിനുണ്ടായത്. പ്രത്യേകിച്ച് കേഡലിനെ പഠിക്കാനായിട്ട് ഒരു കോഴ്സിനോട് ചേർക്കുന്നു. ആ കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ലാതെ കേഡൽ വീണ്ടും തിരികെ നാട്ടിലേക്ക് വരുന്നു, മറ്റൊരു കോഴ്സിന് ചേർക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പ്രതി ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ അകലുകയാണ് ചെയ്തത്. അപ്പോൾ പഠിക്കാനായിട്ടൊരു കോഴ്സിനോട് ചേർക്കുന്നു, അതിന് താല്പര്യമില്ലെങ്കിൽ മറ്റൊരു കോഴ്സിന് പോവുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മാതാപിതാക്കളോട് വൈരാഗ്യവും വിദ്വേഷവും വെച്ചു പുലർത്തി അവരെ കൊലപ്പെടുത്തുന്ന ഒരു മാനസിക നിലയിലേക്കല്ല പ്രതി പോകേണ്ടത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഇന്നും കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഈ പ്രതിക്ക് കൃത്യമായിട്ടുള്ള പക സ്വന്തം അച്ഛനോടും അമ്മയോടും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, 70 വയസ്സുള്ള ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ, ഇവരുടെ ബന്ധു ലളിത ആ വീട്ടിലുണ്ടായിരുന്നതാണ്. ആ സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് 1 ലക്ഷം രൂപയാണ് ആ ബന്ധു കേഡൽ ജിൻസൺ രാജയ്ക്ക് നൽകിയത്. അപ്പോൾ അത്രയും തന്നെ കരുതിയ ആ ഒരു ബന്ധുവിനെ പോലും ഈ പ്രതി കൊലപ്പെടുത്തണമെങ്കിൽ ഈ കേഡലിന്റെ മനോനില എന്തായിരുന്നു? അത്രമാത്രം ക്രൂരത അല്ലെങ്കിൽ അത്രമാത്രം ഒരു കൊലപാതകിയുടെ മനസ്സ് ഈ പ്രതിക്കുണ്ടായിരുന്നു. അത് മാനസിക പ്രശ്നമല്ല, കൃത്യമായിട്ടുള്ള പകയും വിരോധവും വൈരാഗ്യവും ഈ പ്രതി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ
മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഈ കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കാണേണ്ടത്. പ്രോസിക്യൂഷനും അത് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അതായത് അമ്മ വിദേശത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. ആ വിദേശത്ത് സ്വന്തം സഹോദരി പഠനാവശ്യത്തിനായിട്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ കേഡലാണ് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നത്. കേഡൽ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കാതിരിക്കുന്നു. അതോടുകൂടി സഹോദരിയുടെ വിദേശത്തേക്കുള്ള പോക്ക് മുടങ്ങുന്നു. അമ്മ ഇതിനിടയിൽ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അപ്പോൾ ആ പോക്ക് പോകുന്നതിന് മുമ്പ് 20-ാം തീയതി അമ്മ 2017 ഏപ്രിൽ മാസം ഈ കേഡലിന്റെ അമ്മ ഡോക്ടർ ജീൻ പത്മ വിദേശത്തേക്ക് 20-ാം തീയതി പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അത് മുടങ്ങുന്നതിന് മുമ്പേ, അത് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അതിന് മുമ്പേ താൻ ഈ കൊലപാതകം നടത്തണം എന്ന് കരുതി കൂട്ടിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ കേഡൽ ചെയ്തത്. അപ്പോൾ ഇതിനകത്തൊരു മാനസിക പ്രശ്നമല്ല, ഇത് ആസൂത്രണത്തോടുകൂടി തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രതിക്ക് എന്ത് ശിക്ഷ, അതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. അത് വധശിക്ഷയാണോ ജീവപര്യന്തമാണോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും അതിനകത്ത് അല്പസമയത്തിനകം വിധിയുണ്ടാകും. മറ്റൊരു കാര്യം എടുത്തു കാണേണ്ടത്, എല്ലാ തെളിവുകളും വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷനും പോലീസും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അക്കാര്യങ്ങൾ ഈ തെളിവുകൾ സമർപ്പിക്കുക മാത്രമല്ല, സാഹചര്യ തെളിവുകൾ, പ്രത്യേകിച്ച് സർക്കംസ്റ്റാൻസ് എവിഡൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം സാഹചര്യ തെളിവുകൾ കൂടി വളരെ വിദഗ്ധമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ പ്രതീക്ഷിക്കുന്ന വിധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്.